നമ്മൾ ഇന്ന് എറണാകുളം ജില്ലയിലെ കുമ്പളത്താണുള്ളത്. ഇവിടെ നമ്മൾ മിസ്റ്റർ ദിലീപ് എന്ന ആൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു വീടിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു 4.5 സെൻസ് ഓഫ് ലാൻഡിൽ 1485 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീടാണ്. 3 ബെഡ്റൂം, താഴെ 1 ബെഡ്റൂമും മേളിൽ 2 ബെഡ്റൂമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. താഴെ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഈ പ്ലോട്ട് കാണാൻ വന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ലിവിങ് റൂമിലാണ്. ഈ ലിവിങ് റൂം, കാർ പോർച്ച്, ഫ്രണ്ടിലെ മുറ്റം, അങ്ങനെയുള്ള ഏരിയയിൽ എല്ലായിടത്തും കൂടിയായിട്ടൊരു വലിയൊരു കുളമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുളം ഫില്ല് ചെയ്തു. നമ്മൾ അവിടെ പൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫൗണ്ടേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹൈവേന്ന് വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്ലോട്ടാണിത്. ഹൈവേന്ന് ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഒരു വളരെ സൈലൻറ്റ്, കാം ആൻഡ് ഒരു ക്വയറ്റ് സ്പേസിലാണ് ഈ വീട് സിറ്റുവേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് തുറന്ന് നേരെ നമുക്ക് അകത്തേക്ക് കയറാം. 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. ലിവിങ് റൂമിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ നിന്നാലും കിച്ചണിൽ നിന്നാലും ഡൈനിങ്ങിൽ നിന്നാലും ഈ ലിവിങ്ങിൽ നിന്നും എല്ലായിടത്തുനിന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് TV കാണാം. പിന്നെ ഒരു ഓപ്പൺ കിച്ചനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ആണെന്നുണ്ടെങ്കിലും കിച്ചണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഒരു കോമൺ ഒരു ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്മൾ സ്റ്റീൽ സ്റ്റെയർ ആണ് ചെയ്തിട്ടുള്ളത്, ആസ് യൂഷ്വൽ നമ്മളെല്ലായിടത്തും ചെയ്യാറുള്ള പോലെ. എന്നിട്ട് അതിൽ വുഡ് ഇട്ടേക്കാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റഡി സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും ഒരു കിഡ്സ് റൂമും ഒരു മാസ്റ്റർ ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ബാൽക്കണി കൂടാണ്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ഉണ്ട്. അത് ഇതിൻ്റെ മേളിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കോർട്ട്യാർഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത്രയാണ് നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു പ്ലാനിങ്ങിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ക്ലയൻറ്റ് മിസ്റ്റർ ദിലീപ് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയിൻ ഒരു റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോഡേൺ കൺസെപ്റ്റുള്ള അല്ലെങ്കിൽ മോഡേൺ ഔട്ട്ലുക്കുള്ളൊരു വീടായിരിക്കണം എന്നായിരുന്നു ആളുടെ ഒരു ബേസിക് ഒരു റിക്വയർമെൻറ്റ്. പിന്നെ ആളുടെ മൈൻഡിലൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ബഡ്ജറ്റിൽ ഇത് ഫിനിഷ് ചെയ്യണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെ വേണം അല്ലെങ്കിൽ ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ എങ്ങനെ വേണം എന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു എങ്ങനെ വേണമെങ്കിലും ചെയ്യാനുള്ള. സോ ഇതിങ്ങനെ ഒരു കിർബി പാറ്റേണിലുള്ളൊരു എലിവേഷൻ ഞാൻ ആളെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ മിസ്റ്റർ ദിലീപും ആളുടെ വൈഫ് നീതുവിനും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് അവർ അക്സെപ്റ്റ് ചെയ്തു. അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് പിന്നെ നമ്മൾ പയ്യെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഒരു എലിവേഷൻ, ഡിസൈൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ അവർ ഓക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഓവറോൾ ജേണിയും കാര്യങ്ങളും എല്ലാം. പിന്നെ ബാക്കി ക്ലയൻറ്റും പറയും അവരുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ഒരു ഹാപ്പനിങ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം അവരുടെ സൈഡിൽ നിന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ദിലീപ്, ഇതെൻ്റെ മകൾ അനാമിക, ഇത് അമൻ, അതിൻ്റെ വൈഫ് നിതു. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ വർക്ക് ചെയ്യുകയാണ്. മലപ്പുറം തിരൂർ BP അങ്ങാടി ഗേൾസ് സ്കൂളിലാണ്. മകൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൻ 1-ൽ. എൻ്റെ വൈഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടായിരത്തി 19 ഞങ്ങൾ ഈ ഒരു 4.5 സെൻറ്റ് പ്ലോട്ട് വാങ്ങിക്കുന്നത്. ഇത് പ്ലോട്ട് വാങ്ങിച്ച് ഇവിടെ ഒരു ചെറിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നികത്തി. പിന്നെ അതിനുശേഷം മനാഫിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അത് അവിടെ അടുത്ത ആ കുമ്പളത്ത് തന്നെ ആർക്കും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും എന്ന് മനാഫ് ഉറപ്പ് തന്നുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് തുടങ്ങുന്നത്. അതങ്ങനെ തന്നെ ഫിനിഷിങ് ആയപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.
നമ്മളൊരു വീട് വെക്കാനായിട്ട് ആലോചിച്ചപ്പോഴത്തേക്കും ഒരുപാട് നമ്മൾ യൂട്യൂബ് വീഡിയോസും അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടതിൽ നിന്നാണ് നമ്മൾ മാഡ് കോൺസെപ്റ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. മനോരമയുടെ വീടെന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോയിൽ ആംഗൻ എന്ന് പറഞ്ഞൊരു വീടിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ മാഡ് കോൺസെപ്റ്റ്സിലേക്ക് എത്തുന്നത്. നമ്മൾ അതിന് മുന്നേ 2-3 പേരെയൊക്കെ സമീപിച്ചെങ്കിലും ഒരു ബഡ്ജറ്റ് വീടെന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നമ്മൾ പുറകോട്ട് പോയി ആ 2 പേരെയും സമീപിച്ചപ്പോഴത്തേക്കും. പിന്നെ മാഡ് കോൺസെപ്റ്റ്സിലെത്തിയപ്പോഴാണ് നമ്മൾ ഒരു ബഡ്ജറ്റിൽ നിന്നിട്ടൊരു വീട് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തന്നത്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥലം നേരത്തെ മേടിച്ചിട്ടതെന്നാണ്, ഒരു 4.5 സെൻറ്റ് പ്ലോട്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ലാതെയാണ് നമ്മൾ വീട് വേണം എന്ന് എങ്കിൽ പോലും വീട് എങ്ങനെയാവണം, ഉള്ളിൽ എങ്ങനെയാവണം, അങ്ങനെ ഡിസൈനിങ്ങിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മളോട് ചോദിച്ചു, മനാഫ് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് എലവേഷൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ഉള്ളിലെ സങ്കല്പം, ഒരു ബോക്സ് ടൈപ്പുള്ള വീട് വേണം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അത് സംസാരിച്ചപ്പോൾ തന്നെ മനാഫ് പറഞ്ഞു എന്തായാലും ഡിസൈൻ യുണീക്കായിരിക്കും, എലവേഷൻ യുണീക്കായിരിക്കും, എന്തായാലും ആരും കാണാത്തൊരു എലവേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ റൂമാണ്. എനിക്ക് ഡിസൈൻസൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ പെയിൻറ്റിങ്സൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു പുതിയ ലുക്കായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മളുടെ അകത്തുള്ള എല്ലാം നമ്മളുടെ ഒരു ഐഡിയയും നമ്മൾ കൊടുത്തിട്ടില്ല, ഫുള്ള് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് മനാഫിൻ്റെ ഐഡിയയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് യാതൊരുവിധ അങ്ങനെ ഒരു ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഞങ്ങൾക്ക് 4 പേർക്കും വളരെയധികം ഇഷ്ടമായ രീതിയിൽ തന്നെയാണ് അത് ഫിനിഷ് ചെയ്ത് വന്നത്. വളരെ സന്തോഷമുണ്ട്.